ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 2 ആയ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ്. അപ്പോ നമുക്കറിയാം ഇന്നലെ നമ്മൾ ഏതാണ് പഠിച്ചത്? ഇന്നലെ നമ്മൾ കലയും സാഹിത്യത്തെക്കുറിച്ച്, മധ്യകാലഘട്ടത്തിലെ കലയും സാഹിത്യത്തെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ച് പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൽഹനന്റെ രാജതരംഗിണി, ഓർത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഗീതാ ഗോവിന്ദം എഴുതിയത് ആരാണ്? ജയദേവൻ, അത് ഓർത്തു വെക്കുക. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ ചിത്രകലയും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചപ്പോൾ അന്ന് ശാസ്ത്രം മാത്രമല്ല, കൃതികൾ മാത്രമല്ല, എല്ലാ തരത്തിലും വളരെയധികം പുരോഗതി കൈവരിച്ച ഒരു കാലഘട്ടമായിരുന്നു മധ്യകാലഘട്ടം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ചിത്രകലയും അന്ന് പ്രശസ്തമായിരുന്നു. അതായത് ചിത്രങ്ങളിലെ ഏറ്റവും ചിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യം മതവിഷയങ്ങളായിരുന്നു. ഓക്കെ. അപ്പോൾ സെന്നി ഡി പെപ്പോ എന്ന് പറയുന്ന വരച്ച സാന്റ ട്രിനിറ്റ മഡോണ എന്ന് പറയുന്ന ചിത്രം മധ്യകാലഘട്ടത്തിൽ ചിത്രകല കൈവരിച്ച വികാസത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഏതാണ് നമ്മുടെ ചിത്രം? ദാ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. സാന്റ ട്രിനിറ്റ മഡോണ. ഇവർ മതപരമായ വിഷയങ്ങളുമായി ബേസ് ചെയ്താണ് അന്ന് ചിത്രം വരച്ചുകൊണ്ടിരുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ആരാണ് ഇത് വരച്ചത്? സെന്നി ഡി പെപ്പോ വരച്ച സാന്റ ട്രിനിറ്റ മഡോണ. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. സാന്റ ട്രിനിറ്റ മഡോണ എന്ന് പറയുന്ന പിക്ചർ ആരാണ് വരച്ചത്? ആരാണ്? സെന്നി ഡി പെപ്പോ ആണ്. ആരാണ്? സെന്നി ഡി പെപ്പോ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് മധ്യകാലഘട്ടത്തിലെ ശാസ്ത്രം എന്ന് നമുക്ക് നോക്കാം. അതായത് ശാസ്ത്ര രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നിരവധി പണ്ഡിതന്മാർ മധ്യകാല ലോകത്ത് ജീവിച്ചിരുന്നു. അതിൽ ആരൊക്കെയാണ് പ്രശസ്തരായ പണ്ഡിതന്മാർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇബ്നു സീന എന്ന് പറയുന്ന ആള്, ഇബ്നു സീന അല്ലെങ്കിൽ അവിസന്ന, അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലും അതുപോലെ തത്വചിന്തകനുമായിരുന്നു, വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം ഈ രണ്ട് മേഖലകളിലാണ് സംഭാവനകൾ നൽകിയത്. അതുപോലെ തന്നെ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അബു അൽ ഖാസിം. ആരാണ്? അബു അൽ ഖാസിം. അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഭൂഗർഭശാസ്ത്രത്തിന്റെയും നരവംശശാസ്ത്രത്തിന്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തി സംഭാവനകൾ നൽകിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, മധ്യകാലഘട്ടത്തിൽ ഭൂഗർഭശാസ്ത്രവും നരവംശശാസ്ത്രത്തിനും അടിസ്ഥാന സംഭാവനകൾ നൽകിയ വ്യക്തി ആരാണ്? ആരാണ്? അൽബറൂണിയാണ്. അൽബറൂണി. ഓക്കെ. അടുത്തത് വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ ആൾ ആരാണ് മധ്യകാലഘട്ടത്തിൽ? മുഹമ്മദ് അൽ റാസി. ആരാണ്? മുഹമ്മദ് അൽ റാസി. അതുപോലെ തന്നെ യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് അടിത്തറ ഏകിയ വ്യക്തിയാണ് റോജർ ബേക്കൺ. ആരാണ്? റോജർ ബേക്കൺ. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ മധ്യകാലഘട്ടത്തിൽ നൽകിയ വ്യക്തി ആരാണ്? ഭാസ്കര 2 ആണ്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ നല്ല പോലെ തറവാക്കി വായിച്ചു വെക്കുക. എവിടെ നിന്ന് വേണോ PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെ? അപ്പോ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അക്കാലത്തെ മധ്യകാലഘട്ടത്തിലെ പ്രശസ്തരായ പണ്ഡിതന്മാർ ആരൊക്കെയാണ്? ഇബ്നു സീന, അബു അൽ ഖാസിം. അബു അൽ ഖാസിം പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കുക. ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അബു അൽ ഖാസിമിനെ ആണ് ശസ്ത്രക്രിയയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ അൽബറൂണി, ഭൂഗർഭശാസ്ത്രവും നരവംശശാസ്ത്രവുമാണ് അൽബറൂണി, മുഹമ്മദ് അൽ റാസി, റോജർ ബേക്കൺ. ഇത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഭാസ്കര 2 ഏതാണ്? ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവന, മധ്യകാലഘട്ടത്തിൽ സംഭാവന നൽകിയ വ്യക്തിയാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ അറബികൾ നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചത്. ഓക്കെ. അതുപോലെ രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ വികസിപ്പിച്ചതും ആരാണ്? അറബികളാണ്. പിന്നെ അതുപോലെ തന്നെ ബീജഗണിതത്തിന്റെയും, അതായത് ആൾജിബ്ര എന്ന് പറയും, ബീജഗണിതം, അതും അതുപോലെ തന്നെ പ്രകാശശാസ്ത്രത്തിന്റെയും ഒപ്റ്റിക്സ്, അതിന്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? അറബികളാണ്. അപ്പൊ അറബികൾ മധ്യകാല ശാസ്ത്രത്തിന് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾ ഏതൊക്കെയാണ്? അറബി അക്കങ്ങളും പൂജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് പ്രചരിപ്പിച്ചു. രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ അവർ വികസിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആൾജിബ്രയും ഒപ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നത്, അതിലേക്ക് ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് തന്നെ ആരാണ്? അറബികളാണ് എന്ന് ഓർത്തു വെക്കുക.
അതുപോലെ തന്നെ കുരിശ് യുദ്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനത്തിന്റെ കൈമാറ്റത്തിന് എന്ത് ചെയ്തു കാരണമാവുകയും അറബികളുമായുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങൾ ചിലത് താഴെ നൽകിയിരിക്കുന്നു. അതായത് അറബികളുമായുള്ള ബന്ധത്തിലൂടെയാണ് അവർക്ക് സാങ്കേതിക ജ്ഞാനങ്ങളിൽ കൂടുതൽ പരിജ്ഞാനം ഉണ്ടായത്. അതായത് ടെലിസ്കോപ്പിന്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ അവരിൽ നിന്നാണ് ലഭിച്ചത്. അതുപോലെ നഗരങ്ങളിലെ തെരുവ് ദീപങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ, മെക്കാനിക്കൽ ക്ലോക്കുകൾ, ഗിയറിന്റെ തത്വം, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ബീജഗണിതം, ആൽക്കമി, ത്രികോണമിതി ഇതെല്ലാം അറബികളിൽ നിന്ന് ഇവർക്ക് ലഭിച്ചതാണ് എന്ന് ഓർത്തുവെക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൈഫങ്ങിലെ ക്ലോക്ക് ടവർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് 8-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് ആരാണ്? 8-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ് ഉണ്ടാക്കിയത്. ജലശക്തിയാൽ പ്രവർത്തിക്കുന്ന 12 മീറ്റർ ഉയരമുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കിനെ കുറിച്ച് ചൈനീസ് രേഖകളിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ക്ലോക്കിന്റെ ഭാഗമായ ചെറിയ മനുഷ്യരൂപങ്ങൾ ഇടവേളകളിൽ മണിയടിക്കുകയും ചെണ്ട കൊട്ടുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതായത് കൈഫങ്ങിലെ ക്ലോക്ക് ടവർ എന്നാണ് ഈ ക്ലോക്കിനെ അറിയപ്പെട്ടിരുന്ന പേര് എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ മധ്യകാല ചൈനയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്ത് ചെയ്തു? ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അപ്പൊ ചൈനക്കാരും എന്ത് ചെയ്തു? ശാസ്ത്രമായ പുരോഗതിയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒന്ന് വെടിമരുന്ന്, ഭൂകമ്പമാപിനി, അതുപോലെ തന്നെ അച്ചടി യന്ത്രം, വടക്കുനോക്കി യന്ത്രം, അതുപോലെ ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഒക്കെ ഉപയോഗിക്കുന്ന എന്തോന്നാണ്? ആസ്ട്രോ ലാബ്. ഇവയെല്ലാം ആരുടെ സംഭാവനകളാണ്? ചൈനക്കാരുടെ സംഭാവനകളാണ്. ഒന്നും കൂടെ ഓർത്തു വയ്ക്കുക. ഏതൊക്കെയാണ്? ഭൂകമ്പമാപിനി, വടക്കുനോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഉപയോഗിക്കുന്ന ആസ്ട്രോ ലാബ് എന്നിവയെല്ലാം ആരുടെ സംഭാവനയാണ്? ചൈനയുടെ സംഭാവനയാണ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് അതുപോലെ തന്നെ യൂറോപ്പിൽ പ്രചരിച്ച മധ്യകാല പൗരസ്ത്യ ദർശനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും എന്ത് ചെയ്തു? ആധുനിക ലോകത്തിന്റെ ഉദയത്തിനും വ്യാവസായിക ശാസ്ത്ര രംഗങ്ങളുടെ പുരോഗതിക്ക് എന്ത് ചെയ്തു? അടിത്തറ ഏകുകയുണ്ടായി. അതായത് മധ്യകാല പൗരസ്ത്യ ദർശനങ്ങൾ എന്ത് ചെയ്തു? ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക ലോകം പുരോഗമിക്കുന്നതിന് അതിന്റെ ഉദയത്തിനും അതുപോലെ വ്യാവസായിക ശാസ്ത്രങ്ങളുടെ പുരോഗതിക്കും അടിത്തറ ഏകുകയാണ് ഉണ്ടായത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ അവരുടെ കല, സാഹിത്യം, ശാസ്ത്രമൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന്. കിഴക്കും പടിഞ്ഞാറും എന്താണ്? വിനിമയങ്ങളുടെ കാലഘട്ടം. അതിൽ വാണിജ്യ പാതകൾ എന്ന് പറയുന്നത് ഒന്നുണ്ട്. പിന്നെ പട്ടുതുണിപ്പാതയെ കുറിച്ച് പഠിച്ചു. സുഗന്ധവ്യഞ്ജന പാത, പട്ടുതുണിപ്പാത, അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ കച്ചവട കേന്ദ്രങ്ങൾ, നഗരങ്ങളുടെ രൂപീകരണം, എന്താണ് ഗിൽഡുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചു. ഇനി അവരുടെ സാംസ്കാരിക പരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, പിന്നെ സർവകലാശാലകൾ, സാംസ്കാരിക വിനിമയം, പിന്നെ ഇതുകൂടാതെ കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും ശാസ്ത്രത്തിലും വളരെ അപൂർവമായ, അതായത് വളരെ പ്രശസ്തരായ ആളുകളാണ് ഇതിനെല്ലാത്തിനും ഈ ഒരു മധ്യകാലഘട്ടത്തിൽ വളരെ അധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ചൈനക്കാരുടെ സംഭാവനകൾ പഠിച്ചു, അറബികളുടെ സംഭാവനകൾ പഠിച്ചു, അവരുടെ പണ്ഡിതന്മാരും അവരുടെ സംഭാവനകൾ പഠിച്ചു ശാസ്ത്രരംഗത്ത്. പിന്നെ അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ അവർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികൾ അത് നമ്മൾ പഠിച്ചു, ഹോസ്പിറ്റൽസ് നമ്മൾ പഠിച്ചു, അതുപോലെ പുസ്തക നിർമ്മാണം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഏത് രീതിയിലൊക്കെയാണ് അവരുടെ ശൈലിയിലൊക്കെയാണ് ബിൽഡിങ്ങുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കരോലിഞ്ചിയൻ നവോത്ഥാനത്തെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ഗിൽഡുകളുടെ ചുമതലകൾ എന്തൊക്കെയെന്ന് പഠിച്ചു. ഗിൽഡുകൾ എത്ര വിഭാഗമുണ്ട് അത് പഠിച്ചു. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഈ കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, നഗരങ്ങൾ ഏതൊക്കെയാണ്, കിഴക്കൻ നഗരങ്ങൾ ഏതൊക്കെയാണ്, മധ്യകാല നഗരത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മധ്യകാല നഗരങ്ങളിലെ എന്താണ് പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളും ഇറ്റലിയിൽ നഗരങ്ങൾ വളരാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മധ്യകാല ലോകത്തെ നഗരങ്ങളും പ്രാചീന റോമൻ നഗരങ്ങളെ സജീവമാക്കിയത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പാതകൾ, സുഗന്ധവ്യഞ്ജന പാതയും പട്ടുതുണിപ്പാതയും എന്താണ് അത് പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരി ആരായിരുന്നു? മാർക്കോ പോളോ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഫിനിഷ് ആയിരിക്കുകയാണ്. So now let's wind up this section. If you like my channel, please like, share and subscribe. Okay. See you tomorrow. Okay, thank you.